മലപ്പുറത്ത് ഭാര്യയെയും 2 മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 13 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. മാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് പിടിയിലായത്. ബംഗളൂരുവിൽ മറ്റൊരു വിവാഹം കഴിച്ച് ടാക്സി ഡ്രൈവറായി ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. കൊലക്കേസിൽ 7 മാസം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ് മുഹമ്മദ് ഷെരീഫ്. പിന്നീട് അവിടെ നിന്നും ബംഗളൂരുവിലേക്ക് കടന്നു കളയുകയായിരുന്നു. 2012 ജൂലൈ 21-നാണ് ഇയാൾ ഭാര്യയായ സാബറിയെയും 4 2 വയസ്സുള്ള കുട്ടികളെയും സ്കൂട്ടറോടെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി അനുമോദ്, 2012 നടന്ന അതിക്രൂരമായ കൊലപാതകം, പിന്നീട് പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങി നാടുവിടുന്നു. ഇയാൾ ഈ ബംഗളൂരുവിലുണ്ട് എന്ന വിവരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത്? എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? ടോം, മലപ്പുറത്ത് പോലീസിനെ ഏറെക്കാലമായി കുഴക്കിയ ഒരു കേസായിരുന്നു മുഹമ്മദ് ഷെരീഫിൻ്റേത്. ഇത് വളരെ അതിദാരുണമായിട്ട് അതിക്രൂരമായിട്ട് 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും വെള്ളത്തിൽ കൊന്ന് അതിനുശേഷം ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ കൊലപാതകം നടന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതിയെ പിടികൂടി. അയാൾ തുടർന്ന് വിചാരണ നടപടികൾക്ക് മുമ്പായിട്ട് അയാൾക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിരിക്കെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വർഷങ്ങളായിട്ട് ഇയാൾ എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥ. മുമ്പൊരിക്കൽ ഇയാൾ നീലഗിരി ഭാഗത്തുണ്ട് എന്നൊരു തരത്തിലുള്ള വിവരം കിട്ടുകയും അങ്ങനെ പോലീസിന് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് പോലീസിന് കൃത്യമായിട്ട് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബാംഗ്ലൂരിലുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണ സംഘം മറ്റ് പല സംസ്ഥാനങ്ങളിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാൾ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ മറ്റൊരു വിവാഹം കഴിച്ച് കുടുംബമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ഇവിടെ ഭാര്യയും മക്കളെയും കൊന്ന് ആ ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുത്ത് മറ്റൊരു വിവാഹം കഴിക്കാൻ വിചാരിച്ച ആൾ ഈ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം അവിടെ ടാക്സി ഡ്രൈവറായിട്ട് അവിടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന അവസ്ഥ. നാടുമായിട്ട് ഒരു തരത്തിലും ഇയാൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നില്ല, ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ബന്ധുക്കൾക്കും ഇയാളെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇയാൾ അങ്ങനെ തീർത്തും എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. എന്നാണെങ്കിലും കൊണ്ടോട്ടി ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. കാലങ്ങളായിട്ട് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയ സംഘത്തിലുള്ളവർ തന്നെയാണ് ഈ ഒരു കേസിനും തുമ്പുണ്ടാക്കിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ലഭ്യമാകും. കാരണം അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പൂർണ്ണമായിട്ടും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് വിധേയമാക്കുന്നുവെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും കാലങ്ങളായിട്ട് മലപ്പുറത്തെ പോലീസിനെ തലവേദനയായിരുന്ന വട്ടം ചുറ്റിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ പ്രതിയെയാണ് ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ളത്. അനുമോദ്, ഇയാൾ ഈ ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന വിവരം മറ്റ് ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? മാത്രമല്ല, ഇത് വേഷം മാറി രൂപമാറ്റം വരുത്തിയായിരുന്നോ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? പോലീസിന് പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ, ഈ കൊലയാളി ഇവിടെ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം അറിയാൻ കഴിഞ്ഞത്? മാത്രമല്ല, ഇയാളുടെ കുടുംബം മറ്റൊരു വിവാഹം കഴിച്ച് അവിടെ മക്കളുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുടുംബാംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു ഇയാളുടെ ഒരു പശ്ചാത്തലം? ഈ ബംഗളൂരിലെ കുടുംബത്തിന് ഇയാളുടെ പശ്ചാത്തലം അറിവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മലയാളികളാണോ എന്നും വ്യക്തമായിട്ടില്ല. ഇയാളുടെ പശ്ചാത്തലം പൂർണ്ണമായിട്ടും അറിയാതെയാണ് ഇത്തരത്തിലൊരു ബന്ധം പുതിയത് സ്ഥാപിച്ച് അയാൾ അത്തരത്തിലൊരു കുടുംബമായിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു, അയാൾ ഒരു മതവിശ്വാസിയായിട്ട്, അതായത് ഒരു പള്ളിയിലൊക്കെ പോകുന്ന ഒരാൾ, അയാളുടെ വേഷഭാവങ്ങളൊക്കെ അത്തരത്തിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഒരു വലിയ വിഭാഗത്തെ പറ്റിച്ച് ഒളിവിൽ കഴിയുന്ന ആളാണ് താനെന്ന ആ പ്രതിച്ഛായയെ മറികടന്ന് തൻ്റെ രൂപഭാവങ്ങൾ കൂടി മാറ്റിയ ശേഷമാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഈ തമിഴ്നാട്ടിലും അതേപോലെ അതിർത്തി ജില്ലകളിലൊക്കെ ഇയാളെ പലപ്പോഴും കണ്ടതായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെയൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അയാളെ പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ലഭ്യമാകുന്ന വിവരങ്ങൾ അത് നേരിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തിയതിനെയാണ് ഈ പോലീസ് ഇയാൾക്ക് എത്തിയത്. സൈബർ സെല്ലിൻ്റെയോ
ആധുനിക സംവിധാനങ്ങളുടെ സഹായം കൂടാതെയാണ്. കാരണം എവിടെയും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് പോയി പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് പൂർത്തീകരിക്കുന്നത്. അത്തരത്തിലൊരു പഴയ ശൈലിയിലുള്ള ഒരു മിഷനാണ് ഡാൻസ് ഓഫ് സംഘം പൂർത്തിയാക്കിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതു സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലപ്പുറത്തിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പലപ്പോഴും ഇയാളുടെ ഏറ്റവും എളുപ്പത്തിൽ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുന്നത് മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. ഇയാളിതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ശൈലിയായിരുന്നു ഇയാളുടേത് എന്നതുകൊണ്ട് തന്നെ ഇയാളേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ കൃത്യമായിട്ട് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം അവിടെ പോയി ക്യാമ്പ് ചെയ്തതിനു ശേഷം ഇയാളെ കണ്ടെത്തി. അങ്ങനെയാണ് ഈ ഒരു മിഷൻ, ഈ ഒരു കൃത്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ അതായത് ഇയാളുടെ ആദ്യ ഭാര്യയുടെ ഇയാൾ കൊന്ന ഭാര്യയുടെ കുടുംബം വലിയ പ്രതിഷേധത്തിലായിരുന്നു ഏറെക്കാലം ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്. അവർക്കൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പോലീസിൻ്റെ നടപടി വലിയ ആശ്വാസം നൽകുന്നതാണെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും ഇനി കേസിലെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കും ഏറെ വൈകാതെ. അതിനുശേഷം ഇയാൾ ചെയ്ത ഒരു ക്രൂരകൃത്യത്തിന് 3 പേരെയാണ് കൊന്നത്. ഈ കൊലക്കേസ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞ സ്വന്തം ഭാര്യയെയും 2 മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് 13 വർഷങ്ങൾക്ക് ശേഷം ഒളിവിലായിരുന്ന പ്രതി പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കണക്കിൽപ്പെട്ട